ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഈ നല്ല അടിപൊളി മുട്ടക്കോഴീനിടെ വാങ്ങി കിട്ടുക. അതുപോലെ നമ്മൾ ഈ തുടക്കക്കാർക്കൊക്കെ നമ്മൾ ഈ കോഴീനെ വാങ്ങിക്കഴിഞ്ഞാൽ ഈ സപ്പോർട്ട് കിട്ടാൻ വല്ല വഴിയുണ്ടോ? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചിലപ്പോൾ കമൻ്റായിട്ട് വരാറുണ്ട്. നമ്മളെ വീഡിയോ ഒക്കെ മാത്രമല്ല, ചില വീഡിയോസൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കമൻ്റായിട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത്, നിങ്ങൾക്ക് നല്ല അടിപൊളി മുട്ടക്കോഴിൻ്റെ വേണ്ടിയെങ്കിൽ അത് നമ്മൾ ഓൾ കേരള ലെവലിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് അധികം ഉണ്ടാവുക ഗ്രാമശ്രീ, BV380, കൈരളി, സൊണാലി, ഈ പറഞ്ഞ 4 ഇനങ്ങളും അധിക സമയം നമ്മൾക്ക് സ്റ്റോക്ക് ഉണ്ടാവും. പിന്നെ അധികൾക്കുള്ള ഒരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോഴികളൊക്കെ എങ്ങനെ വിശ്വസിച്ച് വാങ്ങുക? കാരണം ഇതിപ്പോൾ നമ്മൾ ഈ ഒരു യൂട്യൂബിൽ വന്നിങ്ങനെ പറയുന്നു, നിങ്ങളെങ്ങനെ വിശ്വസിച്ച് വാങ്ങുന്നുള്ളൊരു ഇത് പല ആൾക്കാരും ഏതാനും ചില കസ്റ്റമറൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ ചോദിക്കലുണ്ട്. നമ്മൾ ഇതധികം നമ്മൾ ഫുൾ പേയ്മെൻറ്റ് ആദ്യം വരിക. അപ്പോൾ ഫുൾ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് ബാക്കി നമ്മൾ 2-3 ദിവസം കൊണ്ട് നമ്മൾ കോഴി അയച്ചു കൊടുക്കുക. അപ്പോൾ പല ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ പറയുന്നത് ഡയറക്റ്റ് ഫാമിൽ പോയി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ അകത്തുണ്ട് പറ്റിക്കുന്ന ആൾക്കാർ കുറേ ഉണ്ട്. പക്ഷെ എന്നാലും ഒരു 90% ആൾക്കാർ സത്യസന്ധമായിട്ട് ഇതിൻ്റെ അകത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വിശ്വാസക്കുറവുണ്ടെങ്കിൽ ഡയറക്റ്റ് ഫാമിൽ പോയിട്ട് എടുക്കുക. അതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്, ഇപ്പോൾ നമ്മളെടുക്കുന്ന ഈ കോഴീനെടുത്ത് ഇപ്പോൾ നിങ്ങൾ എൻ്റെ എടുക്കുന്ന കോഴിയെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്താണ് ഗുണം എന്നുള്ളത്. ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കോഴി നിങ്ങൾക്ക് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലൈഫ് ലോങ്ങിൽ നമ്മളൊക്കെ ആ കോഴിക്ക് വേണ്ട സപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കോഴിക്ക് എന്തെങ്കിലും അസുഖം വന്ന് നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ പറഞ്ഞു തരും. അതല്ലെങ്കിൽ നമ്മൾ അറിയാവുന്നവരോട് ചോദിച്ചിട്ടാലും നിങ്ങൾക്ക് പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. കാരണം കോഴി വളർത്തുന്നവർക്ക് പല ആൾക്കാർക്ക് രോഗങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നമ്മളായിട്ട് സംസാരിക്കാം. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് അതിന് വേണ്ട സപ്പോർട്ട് കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. ബൈ ചാൻസ് ഇപ്പം നിങ്ങൾ നമ്മളെ വിളിച്ചിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒന്നും വേണ്ട, നേരെ മെസ്സേജ് ഇട്ടേക്ക്, ഇങ്ങനെ കോഴിക്ക് പ്രശ്നമുണ്ട്, അതിൻ്റെ ഒരു വീഡിയോ ഫോട്ടോ അങ്ങനെയൊക്കെ ഇട്ട് അയച്ചു തന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ കാണുമ്പം ചിലപ്പോൾ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരും. ഓക്കെ, ആദ്യം ഇങ്ങനത്തെ കേസിലൊക്കെ ആദ്യം വിളിച്ചിട്ട് റിപ്ലൈ ഇല്ലെങ്കിലും മെസ്സേജ് ഇടുക. പിന്നെ ഈ പറഞ്ഞല്ലോ BV380, ഗ്രാമശ്രീ, സൊണാലി, കൈരളി, ഇതൊക്കെ അധികം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവുക. ഇപ്പം നമ്മൾ ഇപ്പം കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ നമ്മൾ പെറ്റ് സർവീസിൻ്റെ വണ്ടിയിൽ നമ്മൾ കോഴികളെ അയക്കുന്നത്. അപ്പോൾ ഒരു ബോക്സിന് ഇപ്പോൾ ഏകദേശം 350 to 400 രൂപ ഡെലിവറി ചാർജ് ഉണ്ട്. എനിക്കൊന്ന് AC വണ്ടിയൊക്കെ ആണെങ്കിൽ 400, നോർമൽ വണ്ടിയാണെങ്കിൽ 350-400 എടുക്കുന്നുണ്ട്. വലിയ ബോക്സൊക്കെ ആണെങ്കിൽ 400 രൂപ ഡെലിവറി ചാർജ് വരും. അതായത് കോഴിക്ക് പുറമെ ഡെലിവറി ചാർജ് വരും. ഇപ്പം നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കോഴീനെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ വിളിക്കുക, ഏത് ബ്രീഡാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഫുൾ പേയ്മെൻറ്റ് ചെയ്യുക. ഡെലിവറി ചാർജ് നിങ്ങൾ വണ്ടിക്കാരുടെ കയ്യിൽ കൊടുക്കണ്ട കേട്ടോ. പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഡൗട്ടുണ്ട് ഏത് കോഴിയാണ് വാങ്ങേണ്ടത്. ചില ആൾക്കാർ ഒന്നും അറിയാണ്ട് ഇങ്ങനെ ഞാൻ കള്ളത്തരം വന്നത് കാര്യമായിട്ട് വന്നത്. കാരണം ചില ആൾക്കാർ ജസ്റ്റ് ഇങ്ങനെ വിളിച്ചിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏത് കോഴിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുട്ടക്കോഴിയാണ്, നാളെ അങ്ങനത്തെ വെറുതെ ഒരു കൗതുകത്തിന് വളർത്തുന്ന പോലെ ആയിരിക്കും. പക്ഷേ എന്നാലും നമ്മൾ അവർ പരമാവധി പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. നിങ്ങൾ എങ്ങനെയൊക്കെ തീറ്റ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനെ വളർത്താൻ ഉദ്ദേശിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറാണ്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ കോഴികളെ സെലക്ട് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ചാൽ മതി. ഇത് എല്ലാവർക്കും വേണ്ടി പറയുന്നതല്ല കേട്ടോ. കാരണം ഈ തുടക്കക്കാർക്കെന്ന് വെച്ചാൽ പല ബുദ്ധിമുട്ടും ഇങ്ങനത്തെ വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. കോഴിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഇവിടെ പറയാത്തത്, ഇന്നൊരു റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും. ആ 2 ആഴ്ച കഴിഞ്ഞാൽ ആ കോഴിൻ്റെ ഇതിൽ ചിലപ്പോൾ 10-15 രൂപ അല്ലെങ്കിൽ ചിലപ്പോൾ 20 രൂപ മാറ്റം ഉണ്ടാവും. അപ്പോൾ ആ ഒരു മാറ്റം ചിലപ്പോൾ നിങ്ങൾ പറയും ഇതിൻ്റെ അകത്ത് 130 രൂപ പറഞ്ഞിട്ട് നിങ്ങൾ ഇന്ന് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ 150 പറയില്ല, അങ്ങനെ ഇടയ്ക്ക് വരാറുണ്ട്. നമ്മൾ ആദ്യത്തെ വീട്ടിലൊക്കെ വില പറയലുണ്ടേനു. പിന്നെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറയാൻ തുടങ്ങിയ ശേഷമാണ് വില നിർത്തിയത്. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റിപ്ലൈ വരും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ യുവകർഷൻ്റെ പേരിൽ നമുക്കൊരു വാട്സപ്പ് ചാനലുണ്ട്. ഓക്കെ, പറ്റുവാണെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്യുക. നമ്മളിതുപോലെ കോഴികളുടെ അപ്ഡേറ്റ്, ചെറിയ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ഷെയർ ചെയ്യാറുണ്ട്. ചെറിയൊരു ഗ്രൂപ്പായിട്ട് ഇപ്പോൾ ഒരു 1000-1100 ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ അതിലൊന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നമ്മൾ മെയിനായിട്ട് നമ്മൾ കോഴികളുടെ വീഡിയോ, നമ്മളെ ഫാമും പിന്നെ നമ്മളെ മുട്ടക്കോഴികളുടെയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യാറ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ പച്ചക്കറി കൃഷി, ചോളം കൃഷി അതൊക്കെ കാണിക്കാറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ കോഴി ആവശ്യമുണ്ടെങ്കിൽ നമ്പർ താഴെ കൊടുത്തിട്ട് വിളിക്കുക, ബുക്ക് ചെയ്യുക. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബായ്.